നാടൻ പിക്കിൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പപ്പായ അച്ചാറാണ് ഇടാൻ പോണത്. നന്നായി തൊലി ചെത്തി ചെറുതാക്കി നുറുക്കി ഒരു ദിവസം വെയിലത്തിട്ടിട്ടാണ് അച്ചാറിടുന്നത്. അപ്പോൾ ഒരു ദിവസം വെയിലത്തിട്ട പപ്പായയാണ് ചെറുതാക്കി നുറുക്കിയിട്ട്. നല്ല ഉണങ്ങിയിട്ടില്ല, എന്നാലും പാകം ഒരു ഉണക്കാണ്. ഈ എണ്ണയിലിടാച്ചിട്ടാണ്. വെളിച്ചെണ്ണയിലിട്ടാലും കുഴപ്പമില്ല, സൂക്ഷിച്ച് വെക്കാൻ എണ്ണയാണ് നല്ലത്. എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ 2 ചെറിയ ടീസ്പൂണ് കടുകിട്ട് കടുക് പൊട്ടി വരുന്നുണ്ട്. പപ്പായ അധികം വേവിക്കാത്ത രീതിയിൽ ഇടണം. അപ്പോൾ ഒരു മാങ്ങൻ്റെ ഒക്കെ പോലെ ഒരു കറുമുറു രീതിയിലുള്ള അച്ചാറാവണം. അധികം വെന്ത് കിട്ടിയാൽ ഈ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ വെയിലത്തിട്ട് ഇടണ അച്ചാറിന് വറ്റൽമുളക് 2 എണ്ണം, ഒരു തണ്ട് വേപ്പിൻ്റെ ഇല നന്നായിട്ട് മൂപ്പിക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതിൽ 2 മിനിറ്റ് നല്ല മൂപ്പിക്കണം. നല്ല മൂത്ത് പാകമായി വരുമ്പോൾ ഒരുവിധം മൂത്ത് ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉലുവപ്പൊടി 1/2 ടീസ്പൂണ്, കടുക് പൊടിച്ചത് 1/2 ടീസ്പൂണ്, അത് നല്ല ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരണം. ഈ സ്മെല്ലിൽ ഇങ്ങനെ മൂത്ത് വരുമ്പോഴാണ്. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. പാകത്തിന് ഉപ്പിടുക. ഞാൻ പപ്പായ ഉണക്കുമ്പോൾ ലേശം ഉപ്പ് ചേർത്തിട്ടാണ് ഉണക്കിയത്. അപ്പം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. മുളകും പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എരിവ്. ഞാൻ വറ്റൽ മുളകും 2 ചീനമുളകും ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളകും പൊടി 2 ടീസ്പൂൺ. നല്ല ഒന്ന് മൂത്തിട്ട് പച്ച ചുവണ്ട് മാറുന്ന വരെ ഒരിത്തിരി കൂടി മുളകും പൊടി ഇട്ടിട്ടുണ്ട്. ഈ വിനാഗിരി ഒഴിച്ച് നല്ല ഇളക്കി നല്ല ഒന്ന് കുറുകി വരണം. ഒരിത്തിരിയും കൂടി വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പാകത്തിനുള്ള കുറുകിയിട്ടുണ്ട്. ഇനി ഉണക്കി വെച്ച പപ്പായ അതിലോട്ടിട്ട് കുറേശ്ശെ നമ്മളതിലിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ഇളക്കിയതിന് ശേഷം ഒരു ലേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നല്ല എല്ലായിടത്തേക്കും മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആയിട്ട് അധികം വേവിക്കരുത്. പപ്പായ വെന്താൽ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറും. പാകം വേവായി വരുമ്പോൾ എല്ലാം ഇളക്കി ഒരു അച്ചാർ ഏകദേശമൊക്കെ ശരിയായി വരുന്നുണ്ട്. 6 മാസം വരെ സൂക്ഷിച്ച് വെക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇടാം. പഞ്ചസാര ഇല്ലാച്ചിട്ട് കുഴപ്പമില്ല, ഓപ്ഷനാണ്. പഞ്ചസാര ഇട്ടാൽ ടേസ്റ്റ് കൂടും. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് അച്ചാർ. പിന്നെ ചെയ്തുകൊണ്ട്